കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് മുന്നേ വായു മലിനീകരണത്തിന് എതിരെ എന്ന് പറഞ്ഞ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാവോയിസ്റ്റ് നേതാവിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതിഷേധമാണ്. ഇതിനെ അധികരിച്ചുള്ള ചർച്ചയാണ്. ചർച്ചയിലേക്ക് ഇവർക്കും സ്വാഗതം. സാർ, ഡൽഹിയിൽ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വീണ്ടും മുഴങ്ങിയിരിക്കുകയാണ്. എന്തു തോന്നുന്നു സാർ ഇതിനെ? ഇത് സ്ഥിരമായിട്ട് മുഴങ്ങുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം ഹരി പറഞ്ഞ അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ഇത് വായു മലിനീകരണത്തിനെതിരെ നടന്ന സമരമെന്നും പറഞ്ഞു വിദ്യാർത്ഥികൾ ഇന്ത്യ ഗേറ്റിൽ വന്നതാണ്. പക്ഷേ അത് മാധവി ഹിത്മ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സമരമൊന്നുമല്ല. മാധവി ഹിത്മ അതിനൊരു കാരണം മാത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന, നമ്മളുടെ നിസ്സഹായാവസ്ഥ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് പ്രകടമാകുന്ന ഒരു വിഷയമാണ് ഇന്നലെ ഉണ്ടായത്. ഇപ്പം ദില്ലിയിലെ വായു മലിനീകരണമാണ് വിഷയം. ദില്ലിയിലെ വായു മലിനീകരണം ഇന്നലെ ഇന്നും ഉണ്ടായതല്ല. കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ദില്ലിയിൽ താമസിച്ച എല്ലാവർക്കും അറിയാം ഇതൊരു പ്രശ്നമാണെന്ന്. അതിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ദില്ലിക്ക് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ ആൾക്കാർ കൊയ്ത്തുകാലത്തിന് ശേഷം കച്ചി കത്തിക്കുന്നത് മുതൽ ദീപാവലിക്കുണ്ട് എന്ന് പറയപ്പെടുന്ന വായു മലിനീകരണം വരെയുള്ള വിഷയങ്ങളുണ്ട്. അതുകൂടാതെ ദില്ലി ലാൻഡ് ലോക്ക്ഡ് ആണ്. ദില്ലിയിൽ മുംബൈ പോലെ കടലില്ല ഈ വായു മലിനീകരണത്തിൻ്റെ തോതൊന്ന് കുറയ്ക്കാൻ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് പ്രശ്നമാണ്. ഇതിൽ BJP ഭരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന വായു മലിനീകരണം ഒന്നുമല്ല. ഇത് ആര് ഭരിച്ചാലും ഈ വായു മലിനീകരണമുണ്ട്. ആപ്പായിരുന്നല്ലോ ദില്ലി ഭരിച്ചിരുന്നത്, അപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊരു വിഷയം. അപ്പോൾ അതൊരു കാരണം മാത്രമാണ്. ഇനിയും വന്നിട്ട് മാധവി ഹിത്മയുടെ പേര് പറഞ്ഞ് അവിടെ മാധവി ഹിത്മ അമർ രഹേ എന്നൊക്കെ പറയുന്നു. ഇത് മാധവി ഹിത്മ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ആളായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും ഒരു രാജ്യദ്രോഹിയെ പൊക്കിയെടുത്തോണ്ട് വരും. ഇതേ കൂട്ടരാണ് അഫ്സൽ ഗുരുവിനെ പൊക്കിയെടുത്തോണ്ട് ഞങ്ങൾക്ക് നാണക്കേടുണ്ട്, അഫ്സൽ ഗുരു നിന്നെ കൊന്നതിൽ, നിന്റെ കൊലപാതകികൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഹിന്ദിയിൽ മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ ഇതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. എനിക്കിതിനകത്ത് ശക്തമായ പ്രതിഷേധവും ശക്തമായ രോഷവും തോന്നുന്നത് ഒരു കാര്യം കൊണ്ടാണ്. ദില്ലിയിൽ അമർ ജവാൻ ജ്യോതിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ CRPFനെതിരെയുള്ള ഏറ്റവും വലിയ ആക്രമണത്തിന് മുൻകൈയെടുത്ത 79 CRPF ജവാന്മാരെ കൊന്ന ദന്തേവാഡ കൂട്ടക്കൊലയുടെ പ്രധാന സൂത്രധാരനായ മാധവി ഹിത്മയ്ക്ക് വേണ്ടി ഇതേ അമർ ജവാൻ ജ്യോതിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇവർ മുദ്രാവാക്യം വിളിച്ചത്. ഇത് അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണെങ്കിൽ ആ സ്വാതന്ത്ര്യം ഈ രാജ്യം വേണ്ട എന്ന് വെക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. വേണ്ട എന്ന് വെക്കണം. അല്ല, ശരിക്കും ഇവരാണോ യഥാർത്ഥത്തിൽ ഭീകരവാദികളാണോ കൂടുതൽ അപകടകരം? ഈ അർബൻ നക്സൽസ് ഇതിന് ഇടയിൽ വേറൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്. ഇത് ഇപ്പം ഇന്ത്യ ഗേറ്റിലെ തെരുവിൽ വന്ന് ഇത് നടക്കുന്നു. തൊട്ടപ്പുറത്ത് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയും കേസ്. അവരുടെ ജാമ്യാപേക്ഷയിലുള്ള വാദം കേൾക്കുകയാണ് സുപ്രീം കോടതിയിൽ. കഴിഞ്ഞ ദിവസം അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഒരു 8 മിനിറ്റ് നീണ്ട വീഡിയോ ഇവരെക്കുറിച്ചുള്ളത്, ഇതിലെ ഷർജിൽ ഇമാമിൻ്റെ വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്, കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ആ 8 മിനിറ്റ് വീഡിയോ ദേശീയ മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ അത് കാര്യമായ ചർച്ച ആകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. എന്താണ് ആ 8 മിനിറ്റ് വീഡിയോ ഈ പറയുന്നത്? നമ്മൾ മുസ്ലിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ തെരുവുകളിൽ വരണം, നമ്മൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ലാത്തി അടിയേക്കാൻ നമ്മൾ പരിശീലിക്കണം, നമ്മൾ അതിനെ സഹിക്കണം, നമ്മൾ എന്നിട്ട് ഈ രാജ്യം മുഴുവൻ അനാർക്കി ഉണ്ടാക്കണം. ഈ തൊട്ടു മുകളിലുള്ള ഫ്ലൈ ഓവർ പൊട്ടി വീഴുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒരു അനാർക്കി നമുക്കുണ്ടാക്കണം. അസാമിലെ സിലിഗുരി നെക്ക് നമുക്ക് കട്ട് ചെയ്യണം. അസാമിലെ ആ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അസാം ഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമാകും. ഇതൊക്കെ പച്ചയ്ക്ക് വിളിച്ച് ഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറയുകയാണ്. 8 മിനിറ്റ് വീഡിയോ. എന്നിട്ട് അയക്ക് ജാമ്യം വേണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ ചെല്ലാൻ ഈ കോൺഗ്രസ് നേതാക്കൾ ആയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴായ അഭിഷേക് മനു സിംഗ്വിയും കപിൽ സിബാലും ഒക്കെയാണ് ഇവർക്ക് വേണ്ടി. അവർ കോടികളുടെ ഫീസ് മേടിക്കുന്ന വക്കീലന്മാരാണ്, സൂപ്പർ സ്റ്റാർ വക്കീലന്മാരാണ്. ഇവർക്ക് ആരാണ് ഷർജിൽ ഇമാമും ഉമർ ഖാലിദിനും വേണ്ടി ഇത്രയും പണം മുടക്കുന്നത്? ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും. ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സത്യത്തിൽ ഈ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ഒരു നയം നമുക്ക് ചരിത്രത്തിന്റെ ഒരു പുറകിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഖിലാഫത്ത് മൂവ്മെന്റിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത ഒറ്റ ഖിലാഫത്ത് മൂവ്മെന്റ് കൊണ്ട് മുസ്ലിം ലീഗ് പിന്നീട് ഉയർന്ന് വളർന്ന് പൊങ്ങുകയായിരുന്നു.
ആ വളർന്നു പൊങ്ങി പിന്നീട് ഡയറക്റ്റ് ആക്ഷൻ ഡേ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ പാർട്ടീഷനിലേക്ക് എത്തി. അപ്പോൾ കോൺഗ്രസ് കൊടുക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ മുന്നേയും ഭീകരവാദികൾ വളർന്നിട്ടുള്ളത്. അല്ല, ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത് ഇവരെല്ലാം ഇപ്പോൾ ഇട്ടിരിക്കുന്ന മൂടുപടം ഒരു ലെഫ്റ്റ് ലിബറൽ മൂടുപടമാണ്. ഇപ്പൊ ഇന്നലെ അവിടെ നടത്തിയ സമരത്തിലും ഈ പിള്ളേരാരും ജിഹാദികളാണെന്ന് ആരും പറയുന്നില്ല, ഇവർ നക്സൽ വാദികളാന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഞാൻ വർഷങ്ങൾ മുമ്പ് ഞാൻ ജന്മഭൂമി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനമാണത്. റെഡ് ജിഹാദ് എന്നാണ് അതിനെ ഞാൻ വിളിച്ചിരിക്കുന്നത്. റെഡ് ജിഹാദികൾ എന്നാണ് പറയുന്നത്. ഇവരെ ഒരുമിപ്പിക്കാൻ ഈ രാജ്യത്ത് ഒരു കൃത്യമായ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഇവർ ഈ ഒരു മൂടുപടം ഇട്ടാണ് ഈ JNUവിലൊക്കെ കാണുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് പിടിച്ച മലയാളി പിള്ളേരും ഉണ്ട് ഇന്നലത്തെ സമരത്തിൽ. അപ്പൊ ഇവർ ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പുറത്ത് ഒരു വേറൊരു മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കുമ്പോൾ, പുറത്തൊരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ, ഇത് ഇന്ത്യക്കകത്ത് ഒരു പാരലൽ സംവിധാനം ഇവരുണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഈ നക്സൽ ജിഹാദി കൂട്ടുകെട്ട്. ഒരു ഇന്ത്യ മുന്നണി ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വേറൊരു ഇന്ത്യ മുന്നണി ഇതിനകത്തുകൂടെ ഈ ഭീകരവാദികളെ ഒരുമിപ്പിക്കുകയാണെന്ന് വേണം. എക്സാക്ട്ലി അത് തന്നെയാണ് നടക്കുന്നത്. ഒരു മഹാഗഡ്ബന്ധൻ. അല്ലെങ്കിൽ ഈ വായു മലിനീകരണത്തിന് വേണ്ടി ഈ മാധ്വി ഹിദ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്, അയാള് നക്സലൈറ്റുകൾക്ക് സൂപ്പർ സ്റ്റാർ ആയിരിക്കും, അവർക്ക് വേണ്ടി ഇവർ വാദിക്കുന്നത് അമർ ജവാൻ ജ്യോതിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നത്. ഇനി ഈ കോൺഗ്രസ്സുകാരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നക്സൽ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഫലം അനുഭവിച്ചത് അവരാണ്. അവർ നിസ്സഹായരായിട്ട് അത് കണ്ടുകൊണ്ട് നിന്നു. കാരണം അന്നത്തെ സർക്കാരിൻ്റെ അജണ്ട അതൊന്നും ആയിരുന്നില്ല. ദന്തേവാഡ കൂട്ടക്കൊല നടക്കുമ്പോൾ, അതേപോലെ ദർബായ എന്ന് പറയുന്ന താഴ്വരയിൽ 2013 വലിയ ആക്രമണം നടക്കുമ്പോഴൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്നത്. ഈ ദർബാ താഴ്വരയിലെ ആക്രമണത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണ് മരിച്ചത്. VC ശുക്ല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പഴയ വലിയ നേതാവ്, അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് മന്ത്രിയൊക്കെ ആയിരുന്നു, വളരെ കോൺട്രവേഴ്സ്യലായ നേതാവാണ്. അദ്ദേഹം പോലും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നക്സലൈറ്റുകൾക്ക് ഒരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് ഈ രാജ്യത്ത് ഒരു വലിയ വിഭജനം ഉണ്ടാക്കാനും ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കി രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാമെന്നൊക്കെ അവർ ഏതെങ്കിലും ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് കോൺഗ്രസിൻ്റെ ഭരണം അതിന് സഹായിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അത് സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? രാജ്യത്ത് വേറൊരു ശക്തിയായിട്ടുള്ള, വേറൊരു പാരലൽ വേൾഡായിട്ടുള്ള ജിഹാദികളുമായിട്ട് ഇവർ കൈകോർക്കുകയാണ്. ആ കൈകോർക്കലാണ് നമ്മൾ ഈ കണ്ട കാര്യങ്ങളിലെല്ലാം കാണുന്നത്. ഹരി, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നക്സലിസത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ അണയാൻ പോകുന്ന 2026 മാർച്ച് അണയാൻ പോകുന്ന തിരി ഒന്നുകൂടെ ആളിക്കത്തുമെന്ന് പറയുന്ന പോലെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതിന് കാരണം കൂടെ ഞാൻ പറയാം. ഒരു കാലത്ത് ഇവര് സ്ഥിരമായി ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യം പഴയ ആൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. പശുപതി മുതൽ തിരുപ്പതി വരെ ലാൽ സലാം ലാൽ സലാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം മുതൽ തിരുമല തിരുപ്പതി, ആന്ധ്രയിലെ തിരുമല തിരുപ്പതി വരെ ഞങ്ങൾക്കൊരു റെഡ് കോറിഡോർ, ഞങ്ങൾക്കൊരു ചുവപ്പൻ ഇടനാഴി ഉണ്ടാകും. അതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇന്ത്യക്കകത്തൊരു അവരുടെ ഒരു ശക്തമായ മേഖല, മിക്കവാറും വനമേഖല അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, അതിനെ എതിർക്കാൻ ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ ഭരണകൂടത്തിനും ഒത്തിരി ചോര ഒഴുക്കേണ്ടി വരും. അതായിരുന്നു ഇവരുടെ ഉദ്ദേശവും. അത് നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ വളരെ ചെറിയ പോക്കറ്റുകളിലായിട്ട് ഇവർ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു സർവൈവൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇനിയുള്ള മാസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഇതിപ്പോൾ ഫെബ്രുവരി വരെ ഇപ്പോൾ അമിത്ഷാ ഒരു റെഡ് ലൈൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുവരെ പോകുന്നത് വരെയെങ്കിലും നമ്മൾ ഡെഫിനറ്റായിട്ടും വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവരെന്ത് വേണേലും ചെയ്യും. ഇപ്പം ജിഹാദികളെ കൂട്ടുപിടിച്ചാണ് ഇവരിത് ചെയ്യുന്നത്. ഇപ്പോൾ ഷർജിൽ ഇമാമും ഉമർ ഖാലിദും ഒക്കെ മത തീവ്രവാദികളാണ്, ജിഹാദികളാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഉമർ നബി പൊട്ടിത്തെറിച്ചെങ്കിൽ പൊട്ടിത്തെറിക്കാത്ത നബിയാണ് ഈ ഷർജിൽ ഇമാമും ഈ പറയുന്ന ഉമർ ഖാലിദും ഒക്കെ. അവർ പൊട്ടിത്തെറിച്ചില്ല എന്നേ ഉള്ളൂ, നാളെ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കേണ്ടവരുമാകാം. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ വെള്ളപൂശാനും അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞ് ഇവരെയൊക്കെ സംരക്ഷിക്കാനും ശ്രമിച്ചു പോയാൽ അത് ഈ രാജ്യത്തിൻ്റെ വലിയ പതനമാണ്. ഇന്നലെ എന്തായാലും
വലിയ നാണക്കേടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഉണ്ടായത്. അമർ ജവാൻ ജ്യോതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ജവാന്മാരെ കൊന്ന മാധവി ഹിത്മയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ഏതെങ്കിലും പിള്ളേർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ജനാധിപത്യമല്ല, അരാജകത്വമാണ് എന്ന് പറയേണ്ടി വരും. RP നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇവർ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം അഫ്സലിന്റെ കാര്യം, അഫ്സൽ ഹമാരെയും ഹർമാനും മൻസിൽ തക് പൗജായക എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു ലക്ഷ്യത്തെ നിങ്ങൾ പൂവണിയിപ്പിച്ചു എന്നാണ് നമ്മുടെ പാർലമെന്റ് അറ്റാക്കോട് കൂടി. ആ രീതിയിൽ ഭാരത് കി ബർബാദി തക് ജഗ്രഹി എന്നാണ് അന്ന് മുദ്രാവാക്യം വിളിച്ചത്. തുക്കട കരേക. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളും ആസാദി വേണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെന്ന് കേരൾ മാംഗെ ആസാദി, കശ്മീർ മാംഗെ ആസാദി. അതിന്റെ മറ്റൊരു വശമാണ് ഇപ്പം മദ്വി ഹിദ്മയിൽ കണ്ടത്. RP നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ 2010 2013 2021 മദ്വി നടത്തിയ ഭീകരാക്രമണത്തിൽ ഏകദേശം 150ഓളം ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഭീകരന് വേണ്ടിയിട്ടാണ് ദില്ലിയുടെ ഹൃദയഭാഗത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചതെന്ന് ആലോചിക്കും. ഇതിനപ്പുറം ഇവർക്കിടയിൽ പോലും ഇവരുടെ ആൾക്കാരെ പോലും, അവിടുത്തെ സ്ത്രീകൾ പോലും സുരക്ഷിതരല്ലെന്നാണ് പുറത്ത് കീഴടങ്ങിയിട്ടുള്ള മാവോയിസ്റ്റ് നേതാക്കളിൽ നിന്ന് അറിയുന്നത്. സുനിത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാവോയിസ്റ്റ് നേതാവ് ഈ അടുത്ത കാലത്താണ് കീഴടങ്ങിയത്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരെ ഒരു സ്ത്രീയെ ഒരു ഉപകരണം പോലെയാണ് ഇതിനകത്തേക്ക് അവർ ഉപയോഗിക്കുന്നതാണ്. അത്ര ക്രൂരമായിട്ട് അതിനകത്ത് പോലും യാതൊരു തരത്തിലുള്ള ജനാധിപത്യവും ഇല്ലാതെ അവരെ കൃത്യമായി വളരെ ക്രൂരമായി യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള രാംദാറിനെ പോലുള്ള നേതാക്കൾ അതിനകത്തുണ്ട്. എന്നിട്ടും ഇവർ ഏത് തരം ജനാധിപത്യമാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തരം ഒരു വലിയ ഒരു സ്വർഗലോകമാണ് അവർ സൃഷ്ടിക്കാൻ പോകുന്നത് മനസ്സിലാവുന്നില്ല. ഇത് ഈ കോൺട്രഡിക്ഷൻ വളരെ വ്യക്തമാണ്. എന്തായാലും കാട്ടിനകത്തെ നക്സലൈറ്റുകൾ ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അമിത്ഷാ അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ട് എന്ന് ശത്രുക്കൾ പോലും പറയുന്നുണ്ട്. അപ്പോൾ കാട്ടിലെ നക്സലൈറ്റുകൾ ചിലപ്പോൾ ഇല്ലാതാവും, പൂർണ്ണമായിട്ട് തന്നെ തുടച്ചു നീക്കാൻ സാധിക്കും. പക്ഷേ ഈ നാട്ടിലെ നക്സലൈറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും? അർബൻ നക്സലുകളെ നമ്മൾ എന്ത് ചെയ്യും? അവർ ഈ അരാജകത്വം ഉണ്ടാക്കുന്നവരെ നമ്മൾ എങ്ങനെ നേരിടും? അതൊരു കൃത്യമായ ചിന്താവിഷയമാണ്. അതെ, ഇവർ സർക്കാരിൻ്റെ പൈസ ഉപയോഗിച്ചിട്ട് തന്നെ ഇവർ ഈ ഫീൽഡ് വിസിറ്റുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ദന്തേവാഡ, ബീജാപ്പൂർ ഉള്ള മേഖലകളിൽ ഫീൽഡ് വിസിറ്റുകൾ നടന്ന ഒരു പ്രൊജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഫീൽഡ് വിസിറ്റുകളിൽ നിന്ന് അവർ നേരെ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. അവരിൽ നിന്ന് കിട്ടിയ അറിവുകളും കിട്ടിയ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ ഇപ്പോൾ ഭീമഗൊറാഗാവിലൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ആൾക്കാരെ ഇതിനേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനകത്ത് ഇതൊരു സങ്കീർണമായ വിഷയമാണ്. ഇപ്പോൾ ഒരു ഫീൽഡ് വിസിറ്റ് നടത്തുക, ഈ പറയുന്ന പോലെ ഒരു NGOs ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ യാതൊരു തടസ്സവും നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അവിടെയാണ് പ്രശ്നം. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്താണ്? അത് അന്വേഷിക്കേണ്ടത് ഭരണകൂടമാണ്. 2, ഈ ദില്ലിയിൽ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ദില്ലിയിൽ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾ വായു മലിനീകരണത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ ഉയരുന്നു എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായി മറ്റൊരു ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉമർ ഖാലിദിനും മറ്റേ ഷർജിൽ ഇമാമിനും ഒക്കെ വേണ്ടി കോടികൾ ഫീസ് മേടിക്കുന്ന വക്കീലന്മാർ സൗജന്യമായിട്ടാണ് അവർ കോടതിയിൽ കേസ് വാദിക്കുന്നതെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇവർക്കൊക്കെ ഇൻ്റർനാഷണൽ സപ്പോർട്ടുണ്ട്. ഈ പറയുന്ന ഭീകരർക്ക്, ഈ ഭീകരവാദികൾക്ക്, ഈ മത തീവ്രവാദികൾക്ക് അത്തരം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം മാത്രമേ ഇതിലേക്ക് പുറത്തു കൊണ്ടുവരുള്ളൂ. ഇപ്പം ഈ 8 മിനിറ്റ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതിൽ കൂടുതലുണ്ട്. ഇന്ത്യ വിരുദ്ധത പരസ്യമായിട്ട് പറയുകയാണ് ഷർജിൽ ഇമാം. ഇവനെതിരെ അതിൻ്റെ പേരിൽ വേറെ കേസ് എടുക്കേണ്ടതാണ്. ഇവൻ ഒരിക്കലും പുറം ലോകം കാണില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പക്ഷെ അത്തരം നടപടികളിലേക്ക് പോകാതെ ഈ കാട്ടിലെ നക്സലേറ്റുകളെ തീർത്താലും ഇത്തരം വിഷയങ്ങൾക്കൊരു അവസാനമായി എന്ന് കരുതാനാവില്ല. നമസ്കാരം.